പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പിച്ചച്ചട്ടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യം നടത്തുന്ന മതസൗഹാർദ്ദ സമ്മേളനം ആരംഭിക്കുകയാണ്. മതം മനുഷ്യനെ വഹിക്കുന്ന കറുപ്പാണെന്ന് പറയുന്ന പമ്പര വിട്ടികൾക്ക് നേരെ ആഞ്ഞടിക്കുവാൻ പിച്ചച്ചട്ടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ ഭാരതാംഗികളായ ഇവരും ഞാനും നടത്തുന്ന മതസൗഹാർദ്ദ സമ്മേളനം വൻ വിജയമാക്കി തീർക്കുവാൻ ഈ നാട്ടുകാരെ സഹകരണങ്ങൾ സദ്യം ക്ഷണിച്ചുകൊള്ളുന്നു. മതസൗഹാർദ്ദത്തെ കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നതിന് വേണ്ടി എന്റെ കൂട്ടുകാരൻ മൈക്കിളിനെ മൈക്ക് കൈമാറുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, പിച്ചച്ചട്ടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ വർഷത്തെ മതസൗഹാർദ്ദ സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുന്ന പമ്പര വീട്ടികൾക്ക് നേരെ ആഞ്ഞടിക്കുവാൻ പിച്ചച്ചട്ടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ ഈ വർഷത്തെ ഭാരവാഹികളായ ഞങ്ങൾ നടത്തുന്ന മതസൗഹാർദ്ദ സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. മതസൗഹാർദ്ദ സമ്മേളനത്തെ കുറിച്ച് കൂടുതലായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി മതപണ്ഡിതന്മാർ ഈ സ്റ്റേജിന്റെ പുറകിൽ അന്തിവിശ്രമം കൊള്ളുകയാണ്. ആദ്യമായി ഇവയിലേക്ക് കടന്നു വരികയാണ് നമ്മേവരെയും കുഞ്ഞാടുകളായി മാത്രം കാണുന്ന, നമുക്ക് അവർക്ക് അനുഗ്രഹ പൂമഴ ചൊരിയിക്കുന്ന ഫാദർ കൂടുതൽ ചവിട്ടി ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഫാദർ കൂടുതൽ ചവിട്ടി. ഇത് ബ്രേക്ക് ഡാൻസ് അല്ല കുഞ്ഞാടെ, പിന്നെ ഇതാണ് അച്ഛന്മാർ കളിക്കുന്ന മഴ നൃത്തം. ദൈവമായി ഇതാണ് മഴ നൃത്തം. അതെ, എന്റെ മേത്ത് 2-3 മഴത്തുള്ളി വീണു. അത് മഴത്തുള്ളിയല്ല കുഞ്ഞാടെ, എന്റെ വായിന്ന് ചാടിയ തുപ്പലമാണ്. സുഹൃത്തുക്കളെ, മതസൗഹാർദ്ദത്തെ കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാമായ വാക്കുകൾ കൊണ്ടമാനമാടുന്ന സ്വാമി തടുക്കുമ്പോൾ കിടുകിടാനന്ദിയെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അടുത്ത ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് പിച്ചച്ചട്ടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നല്ലൊരു ഭാരവാഹി കൂടിയായ ഈ ഗ്രാമത്തിന്റെ പൊന്നോമനയായ ശ്രീ ബീരാൻകുട്ടിക്ക് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ബീരാൻകുട്ടിക്ക. അറിയാതെ പറ്റിപ്പോയതാണ്, നാക്കുളിക്കതാ, നാക്കറിയാതെ ഉളുക്കി പോയതാണ്. ടാറുപണിക്ക് 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 ഇക്കെന്നാ 6 മണിക്ക് പോണ്ടോ? ഇന്ന് വൈകിട്ട് 6 മണിക്ക് നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കണ്ടേ? ചുമ്മാ ഇവിടെ കിടന്ന് വല്ലവനൊക്കെ വന്ന് പ്രശ്നം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മതസൗഹാർദ്ദ സമ്മേളനം ആരംഭിക്കുകയാണ്. മതസൗഹാർദ്ദത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാമായ ഫാദർ കൂട്ടത്തിൽ ചവിട്ടിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നല്ല സൗഹാർദ്ദം. ഈ കാക്ക ഒരു തറയാണല്ലോ. അപ്പൊ തുടങ്ങാമല്ലേ? പ്രിയേക കുഞ്ഞാടുകളെ. കുഞ്ഞാടല്ല, മുട്ടനാട്. എനിക്കറിയാം ചെമ്മരിയാട്ടെ. ഇന്നിവിടെ നടക്കുന്ന തീറ്റ മത്സരത്തില്ല. തീറ്റ മത്സരമല്ല, മതസൗഹാർദ്ദ സമ്മേളനം. തീറ്റയല്ലേ? അല്ല. എന്നാ ഞാൻ പോട്ടെ. ഇത് കഴിഞ്ഞിട്ട് തീറ്റയുണ്ട്. തീറ്റ ഉണ്ടല്ലോ അല്ലേ? പ്രിയേക കുഞ്ഞാടുകളെ, മദ്യപാനം മദ്യപാനം മദ്യപാനമല്ല, മതസൗഹാർദ്ദ സമ്മേളനം. എന്റെ കുഞ്ഞാട്ടെ, നീ മദ്യപിച്ചിട്ടുണ്ടോ? ചെറുതോർണം വീശി. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഏത് ബ്രാൻഡാണ് കഴിച്ചത്? ഗ്രീൻ ലേബലാ. ഒന്ന് ഊതിക്കേ. ഇത് OPR ആണല്ലോ. പ്രിയേക കുഞ്ഞാടുകളെ, മതസൗഹാർദ്ദം മതസൗഹാർദ്ദം എന്ന് പറയുമ്പളം മതങ്ങൾ തമ്മിലുള്ള ഒരു സൗഹാർദ്ദം, അല്ലെങ്കിൽ കൂടിച്ചേരൽ, അല്ലെങ്കിൽ വെൽഡിംഗ് ആവൽ, അല്ലെങ്കിൽ ജോയിന്റ് ആവൽ, ഇതല്ലേ മതസൗഹാർദ്ദം? മതസൗഹാർദ്ദം എന്ന് പറയുമ്പളം ഞാനൊരു ഫോർ എക്സാമ്പിൾ പറയാം. നമ്മൾ തോമസ് കുട്ടിയുടെ കയ്യിൽ 10 വെള്ളിക്കാശ് കൊടുത്തു എന്ന് വെക്കാം. അതുപോലെ ആ ഇരിക്കുന്ന അന്നക്കുട്ടിയുടെ കയ്യിലും 10 വെള്ളിക്കാശ് കൊടുത്തു എന്ന് വെക്കാം. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്താൽ അന്നക്കുട്ടിയുടെ ലാസാകു എത്ര? ഇത് പറയുമ്പളം അച്ഛൻ പോയി ഇരിക്കുമ്പളം എക്കോയാണോ? പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അടുത്തായിട്ട് മതസൗഹാർദ്ദത്തെ കുറിച്ച് കൂടുതലായി അറിവ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാമായ സ്വാമി തണുക്കുമ്പോൾ കിടുകിടാനന്ദിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി സത്യത്തില് എന്നാ വാസു അല്ല ബാസ്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതൊരു മതസൗഹാർദ്ദ സമ്മേളന വേദിയാണോ? ആണല്ലോ. ഒരച്ഛൻ പ്രസംഗിക്കുകയുണ്ടായി. ഈ അച്ഛന്റെ പ്രസംഗത്തിനൊരു താളമുണ്ടോ? തലയ്ക്ക് ഓളമില്ലേ? 2 മാന്യ വ്യക്തികൾ ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്. പന്റെയൊക്കെ തലയ്ക്ക് വല്ല ബോധമുണ്ടോ? സത്യത്തിൽ എന്താണ് മതം? മതം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം മതം എന്താണെന്ന് അറിയണം. എന്നാലേ നമ്മൾക്ക് മതം എന്താണെന്ന് മനസ്സിലാവും. സത്യത്തിലെ അച്ഛൻ
ഒരു കുമ്പളങ്ങ കച്ചവടക്കാരനാണോ എന്ന് എനിക്ക് സംശയം തോന്നി പോവുകയാണ്. അതെന്നാ എന്ത് ചോദിച്ചാലും ബ്ലം ബ്ലം എന്ന് മാത്രം സംസാരിക്കുന്ന അച്ഛൻ. പണ്ട് ഞാനും അച്ഛനും ഇതേപോലെ ഒരു വേദിയിൽ ഒത്തുകൂടി. അന്ന് ഞാൻ അച്ഛനെ കുറിച്ച് രണ്ടുപേരും കവിത എഴുതി. ആ കവിത എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയാണ്. അന്ന് ഞാൻ അച്ഛനെ കുറിച്ച് ചെയ്ത കവിതയുടെ പേരാണ് ബ്ലും 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 ബ്ലാം ബ്ലേ ബ്ലും ബ്ലേ ബ്ലും. സത്യത്തിൽ മതത്തെ 3 തട്ടുകടകളായി തിരിച്ചിരിക്കുന്നു. അല്ല, തട്ടുകളായിട്ട് കന്മതം, മന്മതം, ഉന്മാദം, പിന്നെ കിന്നരത്തുമ്പി. അല്ല, അതില്ല. അപ്പൊ സത്യത്തിൽ മതം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഉത്തികർഷക ഭാവത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രകടന പത്രികയല്ലേ മതം? അതൊക്കെ തന്നെ മതം. മതത്തെ കുറിച്ച് സംസ്കൃതത്തിൽ ഇപ്രകാരം പ്രതിപാദിച്ചിട്ടുണ്ട്. മതം എന്ന് പറഞ്ഞാൽ പ്രോചനം. ഇവിടെ ബൃഹത്തുകൾ ഉണ്ടാകാം, പക്ഷെ നമ്മൾ നവീകരിക്കരുത്. രാഷ്ട്രങ്ങളാവുന്നില്ല, ഞാൻ മതത്തെ കുറിച്ച് പറയട്ടെ. അപ്പൊ മതം എന്ന് പറഞ്ഞാൽ തുപ്പി സംസാരിക്കണം. സ്വാമിയുടെ പേര് മാറ്റി തുപ്പലാനന്ദ സ്വാമി. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മൾ കാതോർത്തിരുന്ന നമ്മുടെ നാടിന്റെ പൊന്നോനപുത്രനായ ശ്രീ വീരാൻകുട്ടിക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എഴുന്നേറ്റ് വാ, സമയമില്ല നമുക്ക്. എന്നാ അവിടെ വെച്ചോ, അവിടെ വെച്ചോ, അവിടെ വെച്ചോ. അയ്യേ, സ്വാമി എന്നാ ബാൽക്കണിയിലാണോ? സ്വാമി, അത് യൂറോപ്യൻ ക്ലോസറ്റ് അല്ല, ശരിയാണ്. ആ കാക്ക സംസാരിക്കും. കാക്ക സംസാരിക്കാൻ. കാക്ക നിന്റെ വാപ്പ. എന്താടാ കാക്ക? എന്താടാ കാക്ക? കാക്ക ദേശീയ മൃഗാണ്, അതിനെ കളിയാക്കരുത്. മനസ്സിലായി? പിന്നെ അവന്റെ കുള്ളൻ പിന്നെ വന്നപ്പോ തന്നെ പിന്നെ കണ്ടോ. കാക്ക സംസാരിക്കേ. പ്രിയപ്പെട്ടവര്, 2 മാന്യ വ്യക്തികളോട് സംസാരിച്ചു. ഒന്നൊരു അച്ഛനും ഒന്നൊരു കപ്പിയാരും. സ്വാമി സ്വാമിയാണോ? സ്വാമി ആണാണെന്ന്. സ്വാമിയാണോ എന്ന് ചോദിച്ചാൽ പറയാം സ്വാമി ആണാണ്. എന്തായിക്കോട്ടെ, എന്തായാലും മനസ്സിലായി. എങ്ങനെയാണ് ഒരു മതസൗഹാർദ്ദത്തെക്കുറിച്ച്, ഒരു മതത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്? എന്തായാലും മനസ്സിലായി. ഒരാൾ കുറച്ച് തുപ്പി, ഒരാൾ എന്താ വിള 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 എന്നൊക്കെ പറഞ്ഞു. ഇതാണോ മതസൗഹാർദ്ദത്തെക്കുറിച്ച്? മതത്തെക്കുറിച്ച് നിങ്ങളോട് 2 വാക്ക് ഞാൻ സംസാരിക്കാം. ജാതിയുടെയും മതത്തിന്റെയും വർഗീയപരമല്ലേ ചിന്താവിഷ്ടയായ ശ്യാമള? അതൊരു സിനിമയാണ്. ശ്രീനിവാസിന്റെ സിനിമയത്. ഒരു കാര്യം ഒരു മനുഷ്യനോട് പറയാൻ കൊള്ളൂല, അതുകൊണ്ട് സിനിമയാക്കും. ഇപ്പൊ തന്നെ എന്റെ പേരിലൊരു സിനിമ ഇറങ്ങിയേക്കണ്, കാക്ക കാക്ക എന്ന് പറഞ്ഞൊരു തമിഴ് പടം. എനിക്ക് ഇറങ്ങിയെടുക്കാവോ വല്ലോടത്തൂടെ? ധൈര്യമായിട്ട് സംസാരിച്ചോ. ഇതൊക്കെയാണ് ഞാൻ ഇങ്ങോട്ട് വരാത്തത് തന്നെ. ധൈര്യമായിട്ട് സംസാരിക്കും. എന്നാലും 2 വാക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, മതത്തിനെ കുറിച്ചേറെ പറയാനുണ്ട്. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? അതല്ല മതം. കൊതുകല്ലാന്ന് പറയാ, തെറ്റിദ്ധരിക്കണ നോക്കിയാ. പ്രിയപ്പെട്ടവരെ, മതം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എടുത്താൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും പേരിലല്ലേ കലാപങ്ങൾ ഉണ്ടാകാറ്. കാസർഗോഡ് പിഞ്ചു കൊച്ചിന്റെ കൈ കാലും വെട്ടി ഓടിച്ചതാണോടാ മതം? എനിക്ക് അടക്കാൻ പറ്റില്ല മോനെ. എനിക്ക് അടക്കാൻ പറ്റില്ലടാ കൊച്ചെ. നിന്റെ വാപ്പാനെ. എന്നടാ വിപ്പനാണ്. ധൈര്യം സംഭരിച്ച് സംസാരിക്കേ. ധൈര്യം സംഭരിച്ച് സംസാരിക്കേ. ഇതെന്നാ സംഭരിക്കണ്ടേ? എനിക്ക് ചുമ്മാ കിട്ടുന്നത്. പ്രിയപ്പെട്ടവര്, മതം മതം എന്ന് പറഞ്ഞാല് എനിക്കൊന്നും അറിയാൻ പാടില്ല. അറിയാൻ പാടില്ലാത്ത കാര്യം അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാമെന്ന് കൂടെ പറഞ്ഞു ഊലാർന്ന് അറിയാൻ പാടില്ല. വീടിന്റെ കോലായിൽ വെറുതെ കിടന്ന് ഉറങ്ങിയതാണ്. അന്നേരം എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നാ എനിക്കറിയാൻ പാടില്ല ഇതിനെ കുറിച്ച് പറയാനായിട്ട്. ചുമ്മാ അറിയാൻ പാടാത്ത കാര്യം എന്നോട് പറയാൻ പറ്റേ? പറയാൻ പറ്റുള്ളൂ. ഇവനൊറ്റ ഒരുത്തനല്ലേ ഇത് കാര്യം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അടുത്തവിടെ മതസൗഹാർദ്ദ സമ്മേളനം ഉദ്ഘാടനമാണ്. ഈ 3 മഹത് വ്യക്തികളും ഒരു നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം നടത്തുന്നു. അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു മതസൗഹാർദ്ദ സമ്മേളനം എന്ന് പറയുമ്പോഴും ഒരു മെഴുകുതിരി കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുന്നല്ല. അത് ശരിയാവില്ല. കാരണം മിണ്ടല്ലേ അച്ഛാ, അച്ഛൻ പറഞ്ഞല്ലോ ഒരു മെഴുകുതിരി കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി. അത് നമുക്ക് വേണ്ട. നമുക്ക് ചന്ദനത്തിരിയാക്കാം. 3 ചന്ദനത്തിരിയാകുമ്പോൾ മണം ഉണ്ടാവും, കുണം ഉണ്ടാവും. ഫാദറെ ഇടംകാരനാക്കാൻ നിൽക്കേണ്ട, കാതറാണ് പറയുന്നത്. ഒരു ഹിന്ദു മതത്തിനും പ്രതികരിക്കുന്ന എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മതസൗഹാർദ്ദ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരു നിലവിളക്ക്, ഒരു നിറവറ, ഒരു സാമ്യത, ഇതൊക്കെ കത്തിച്ച് വച്ചിട്ട്